പ്രഭാതി ടീച്ചറെ ഈ പത്മശ്രീ കിട്ടിയതിന് ശേഷം എല്ലാം ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ നിർത്തലുള്ളൂ, ഉണ്ടായിരുന്നില്ല. ഞാൻ പോകുന്നതല്ലോ ടീച്ചറെ അടുത്ത് പോകാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൺഗ്രാജ് മോനെ എന്നൊക്കെ കണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ടീച്ചർ വരാം, ഞാനിപ്പോൾ ഇവിടെ കോഴിക്കോടാണ്. അന്നത്തെ ആ പൊതിച്ചോറിന് വലിയ വാല്യൂ ആയിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അല്ലേ, ആ ഒരു നേരം ഭക്ഷണം അത് ടീച്ചർ കഴിക്കണ ചോറ് തന്നെയാണ്, ആ കറിയും തന്നെയാണ് എനിക്കും കൊണ്ടല്ലേ വീട്ടിലുണ്ടാക്കിയത്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും 10 മടങ്ങുള്ള ഭക്ഷണം മേടിച്ച ശേഷം ആ ടേസ്റ്റ് ഈ വർഷത്തിലുണ്ടാവില്ല. അതൊരു സ്നേഹത്തിൻ്റെ ഒരു ഭക്ഷണമാണ് അല്ലേ. അതിപ്പോൾ ഇപ്പം നമുക്ക് എന്തുകൊണ്ട് കഴിക്കാനുള്ള കപ്പാസിറ്റി അല്ല. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞു കഴിച്ചാൽ ആ സമയത്ത് ആ ചോറിനുണ്ട് ആ സ്വാദ് ഇപ്പോൾ ഒരു വർഷത്തിന് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഏത് ഫുഡ് വേണമെങ്കിൽ കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഇപ്പോൾ. എനിക്കല്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനോട് ഉള്ള ആൾക്കാരോട് പറഞ്ഞാലും മേടിച്ചാറുള്ള കപ്പാസിറ്റി ഇല്ല ബ്രോ, പിന്നെ ആൾക്കാർ അറിഞ്ഞാറില്ലേ. പക്ഷെ ആ ടീച്ചർ ഒരു നന്മമരമാണ്. അതെല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ കിട്ടിയോടൊന്നുമില്ല. പക്ഷെ എൻ്റെ ഭാഗ്യം എനിക്ക് കിട്ടി, വലിയൊരു അഭിമാനം. ഗോഡ് ഈസ് ഗ്രേറ്റ്. അച്ഛൻ്റെ മരണം വല്ലാതെ വേദനിപ്പിച്ചു. തീർച്ചയായിട്ടും. അമ്മ ഒറ്റപ്പെട്ടു. 2 മക്കളെയും കൊണ്ട് അമ്മയുടെ ഒരു യാത്ര അല്ലേ, തൃശ്ശൂർ പട്ടണത്തിലുള്ള അലഞ്ഞു തിരിഞ്ഞുള്ള യാത്ര, പട്ടാളം മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് വരുമ്പോൾ രാത്രിയാവും. തീർച്ചയായിട്ടും അറിയാല്ലേ, തീർച്ചയായിട്ടും അതൊരു പട്ടാളം മാർക്കറ്റിൽ ആർക്കും അങ്ങനെ അറിയാത്തൊരു സംഭവമാണല്ലോ. ഞാനങ്ങനെ പറയാനും നിന്നിട്ടില്ല എവിടെ പോണേ അങ്ങനെ ഇല്ല. അതെന്താ വെച്ചാൽ കാലത്തൊരു 10-11 മണിക്ക് അമ്മ പോവും. അതിന് അച്ഛന് ഫുട്ബോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ 3 ഇയറിൻ്റെ ക്യാമ്പിൽ ജോസ് പറമ്പൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോസ് പറമ്പൻ എന്ന് പറഞ്ഞ ആളാണ് എന്നെ കൊണ്ടാക്കിയത്. ഫുട്ബോൾ കൊണ്ടാക്കുന്നത് ഈ 3 ഇയറിൻ്റെ ക്യാമ്പിൽ സ്പോർട്സ് സൗണ്ട്സ് പ്രൊഡക്റ്റാണ് ഞാൻ കൊണ്ടാക്കിയത്. അപ്പോൾ അവിടെ ഞാൻ തുണിപ്പന്ത് കളിക്കുന്ന കണ്ടിട്ട് അയാൾ കളി കണ്ടിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ബൂട്ടും ഇതൊന്നുമില്ല സെലക്ഷൻ ഇറങ്ങുമ്പോൾ. അപ്പോൾ പക്ഷെ അന്ന് പേപ്പറിലൊക്കെ വരുമായിരുന്നു ഇങ്ങനെ സ്പോർട്സ് കൗൺസിലിൻ്റെ ക്യാമ്പ് തുടങ്ങുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ പേപ്പർ വരുത്തലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറമ്പിനെ അറിയാം, ജോസേട്ടനെ അറിയാം. ജോസേട്ടൻ എന്നെ ക്യാമ്പിന് ഉണ്ടാക്കി. അപ്പോൾ അച്ഛനാണ് എന്നെ പിന്നെ സെലക്ഷൻ കിട്ടിയപ്പോൾ ചേർത്താൻ കൊണ്ടുപോയത്. അച്ഛൻ എന്നിട്ട് ചാക്കോൾ ട്രോഫി നടക്കുമ്പോഴും കളി കാണാൻ കൊണ്ടുപോകും. അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഫുട്ബോൾ, ഭയങ്കര ഇൻട്രസ്റ്റ് കാണാനും. പക്ഷെ എനിക്ക് എൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ അമ്മ ബുദ്ധിമുട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ വിഷമം ലോകത്തിൽ ഞാനൊരു IM വിജയനായിട്ട് അച്ഛന് കാണാൻ പറ്റിയില്ല. അതൊരു വലിയ, ഇനിയിപ്പോൾ എന്തെന്നായാലും എന്തൊക്കെ കിട്ടിയാലും ആ ഒരു ഫീലിങ്സിൻ്റെ അടുത്ത് ഒരു രക്ഷയില്ല. ഒന്നും നടക്കാൻ പോണ അല്ല ഇനി. അപ്പോൾ അതൊരു വലിയൊരു ഫീലിങ്സാണ്. ഞാനൊരു IM വിജയനായിട്ട്, ഒരു IM വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു IM വിജയൻ ഒരു ഫുട്ബോൾ പ്ലെയറായി അല്ല അത്യാവശ്യം കുറച്ച് ഇന്ത്യക്ക് കളിച്ചു എന്ന് പറയുമ്പോൾ കേൾക്കാനോ കാണാനുള്ളൊരു, എൻ്റെ ഒരു കളി കാണാനുള്ള നല്ലൊരു കളി കാണാനുള്ളൊരു അവസരം അച്ഛന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ മരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ രണ്ടുപേരെ നോക്കേണ്ട കടമ കംപ്ലീറ്റ് അമ്മയുടെ കയ്യിലായി. അപ്പം അമ്മ പട്ടാളം അറിയാലേ, ഉപ്പിയും പാട്ടയും കടലാസൊക്കെ എടുത്ത് മേടിച്ച് നേരെ പട്ടാളത്തിൽ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ രാത്രി 8-9 മണിയാവും. അപ്പം ഞാൻ ആ സമയത്ത് സ്കൂൾ വിട്ടിട്ട് CMS സ്കൂൾ വിട്ടിട്ട് ഇങ്ങനെ നടന്ന് ഇവിടെ തൃശ്ശൂർ ക്യാമ്പിന് വരുമ്പോൾ അപ്പം അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അത് സീൻ തന്നെയാണ് കാണണ്ട. വേർത്ത് കുളിച്ച് അവര് അമ്മയുടെ ഇരിപ്പൊക്കെ കാണാം. അവര് അമ്മയൊക്കെ ഉണ്ടാവും. അവര് 2-3 പേരായിട്ട് അതിന് പോവാ. കള്ളിമുണ്ടും പിന്നെ മെയിനായിട്ട് ഒരു ബ്ലൗസ് മാത്രമല്ലേ ഇട്ടുള്ളൂ, ഒരു തോർത്ത് കൊണ്ട് തന്നെ ഉണ്ടാവും. അവർ വയർത്ത് കുളിച്ച് വലിയ 2 ചാക്ക് ഇങ്ങനെ വെച്ച്. അപ്പോൾ ഞാൻ അവിടെ നടന്ന് വരുമ്പോൾ അമ്മ ആണെന്ന്. അപ്പോൾ ഞാൻ ഒരു 10 വയസ്സ് എന്ന് പറയുമ്പോൾ 10 വയസ്സ് കിട്ടണമെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് ഒരു കപ്പലിൻ്റെ മിഠായി മേടിച്ച് തിന്ന് കഴിഞ്ഞാൽ വീട് വരെ എത്തും. അന്ന് അത്ര പൈസ ഒന്നുമില്ല. കപ്പലിൻ്റെ മിഠായിക്കൊക്കെ 10 പൈസ കൊടുത്താൽ 2-10 പൈസ. പിന്നെ ഭയങ്കര പൈസയാണ്. അപ്പോൾ അത് തിന്ന് നീ ഇപ്പോൾ കൂടെ എന്നിട്ട് ആ 10 പൈസ തിന്ന് ഞാൻ മിഠായി മേടിച്ച് ഇങ്ങനെ തിന്ന് നടന്ന് ക്യാമ്പേ പോകും. അത് കഴിഞ്ഞിട്ട് അമ്മ ഇത് കൊണ്ട് പട്ടാളം മാർക്കറ്റിൽ കൊടുത്ത് അവിടുന്ന് കഴിഞ്ഞ് ആ രാജേട്ടൻ ആളെൻ്റെ തോന്നുന്നുണ്ട്. ആ ചേട്ടൻ്റെ പേര് ഒരിക്കലും മറക്കില്ല, രാജേട്ടനാന്ന് തോന്നുന്നു. ആ ചേട്ടനോട് കുറേ അടി കൂടി പൈസ ചോദിച്ച് അവർ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ. അവരായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അടിപിടി വന്നിട്ട് അമ്മ അവിടുന്ന് പിന്നെ ഇവിടെ ഈ നാരായണൻ്റെ കട എന്നിട്ട് ഇവിടെ നായ്ക്കനാലിൻ്റെ അവിടെ ഹോട്ടലുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അമ്മ അവിടുന്ന്. അപ്പോൾ ഞാനും ചേട്ടനും പിന്നെ എൻ്റെ ചേച്ചിൻ്റെ അവർക്ക് 3 പേർക്കും
ഭക്ഷണം മേടിച്ചുകൊണ്ടിരുന്ന പുട്ടും കടല മെയിൻ സാധനമാണല്ലോ പുട്ടും കടല ആ സമയത്തൊക്കെ നല്ല രസം അത് മേടിച്ചോണ്ടാ അപ്പോൾ ഒരു 9 മണി 10 മണിയാവും രാത്രി അപ്പോൾ 9 മണി ഭക്ഷണം കഴിച്ചാണ്. അപ്പം അതെ ടീച്ചർ കൊണ്ടുവന്നുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതെ പിന്നെ വൈകുന്നേരം എന്തായാലും അമ്മ കൊണ്ടെന്ന് അറിയാം. അപ്പം എന്നിട്ട് നേരത്തെ അപ്പം ഞാൻ അവിടെ നിന്നിരിക്കും. എൻ്റെ ഓമന കാഫ് എന്ന് പറഞ്ഞിട്ട് അച്ഛനൊക്കെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ, മരുമട്ടനും അവിടെ അമ്മയും അവിടെ പാടത്തെ പണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഹോട്ടലിൻ്റെ അവിടെ ഇരിക്കും. അപ്പം അമ്മ വരുമ്പോൾ അമ്മേൻ്റെ കൂടെ നേരം പോകുമ്പോൾ ഞാനും ചൊല്ലും അവിടെ. അപ്പോൾ അമ്മയുടെ കൂടെ ഇങ്ങനെ നടക്കാണ്. അവിടെ പാടായിരുന്നു. ഇപ്പോഴാണ് ഇത്തിരി മെട്രോ സിറ്റി ഒക്കെ ആയത്. പാടം എന്നിട്ട് അവിടെ നിന്ന് വരും, ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. അതാണ് അമ്മ. അത് ഒരു ഒരിക്കലും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ആക്കാൻ എന്നെ എൻ്റെ ചേട്ടൻ ഇങ്ങനെ ആക്കാൻ. ചേട്ടൻ മരിച്ചു, എന്നൊക്കെ ആക്സിഡന്റ് മരിച്ചു. എന്നൊക്കെ ഇങ്ങനെ ആക്കാൻ കൂടുതൽ അമ്മയ്ക്ക് അറിയാമായിരുന്നു. പഠിച്ചിട്ട് എന്തായാലും രക്ഷപ്പെടില്ല എന്ന് അറിയും. അപ്പോൾ ചേട്ടൻ നന്നായി പഠിക്കുന്ന ആളായിരുന്നു. ചേട്ടനോട് പറയും ഞാൻ അവന് ഉപദ്രവിക്കാൻ നിൽക്കുന്നു പറഞ്ഞു, അവനങ്ങോട്ട് വിട്ടേക്ക്, അവൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്ക്, അവൻ കളിക്കുക എന്ത് വേണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് അറിയാമായിരുന്നു ഇങ്ങനെ പന്ത് കളിക്കും, കളിക്കുന്ന കാണാനൊന്നും വന്ന. പിന്നെ കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ സന്തോഷ് ട്രോഫി അവിടെ കളിക്കുമ്പോഴും എൻ്റെ ഫസ്റ്റ് ഫെഡറേഷൻ കപ്പ് ഇവിടെ ആയിരുന്നല്ലോ 90-ൽ. അപ്പോൾ അമ്മയുടെ അത് വിഷുൻ്റെ അന്നായിരുന്നു കളി, ഫസ്റ്റ് കളി. അപ്പോൾ അമ്മയുടെ കാണാൻ വന്നിരുന്ന ആ ഗാലറിയാണ് ഇങ്ങനെ സൈഡിലേക്ക് ചേഞ്ച് ചെയ്ത്. അപ്പോൾ ഞാൻ ബോൾ പിടിക്കാനൊക്കെ നിന്നുണ്ട് ഇവിടെ ഇവിടെ ഏടെ ചാക്കോൾ ട്രോഫി നടക്കുമ്പോൾ. ഈ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ സോഡയും ഇതൊക്കെ വിറ്റ് ഇങ്ങനെ നടക്കും. അപ്പൊ ഞങ്ങൾ നമ്മളിപ്പോ ഒരു അന്ന് ഭയങ്കര വെയിലത്തല്ല കളി, കാരണം 3-3:30 അന്ന് ഓപ്പണായിട്ട് സിഗരറ്റ് വലിക്കുകയും ചെയ്യും ഇപ്പോഴല്ലാതെ. അപ്പൊ നമ്മള് ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവും, പിന്നെ ഒരു പെട്ടി ഉണ്ടാവും സോഡയുടെ. ഇതില് കംപ്ലീറ്റ് അത് കംപ്ലീറ്റ് സിഗരറ്റും ഇതൊക്കെ ബേഡിയും ഇതൊക്കെയാണ്. ഇതില് സോഡ ഉണ്ടാവും. അപ്പഴത്തെ ഇങ്ങനെ പൊട്ടിക്കുന്ന സോഡ ഉണ്ടല്ലോ, അതാണ് ഗോലി സോഡ. മറ്റേ ഇത് ഓപ്പണറിന്റെ ഗോലി സോഡ ഇങ്ങനത്തെ ഒരു ഇതുള്ളു തുറക്കണം. അപ്പം അതും കൊണ്ട് ഇങ്ങനെ നടക്കും. നമ്മൾ കുറച്ച് പേര് നടക്കും. അപ്പം ഇങ്ങനെ കൊടുക്കും. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് കളി കാണുകയും ചെയ്യാം, ഇത് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ വിറ്റ് ഇങ്ങനെ വരും. അപ്പം അത് കഴിഞ്ഞ് ഒരു പോകുമ്പോൾ ഒരു 10-20 രൂപ എന്തായാലും കിട്ടും. അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. ആ സമയത്ത് കിട്ടിയ കാശ് അമ്മയ്ക്ക് കൊടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പം അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ട് കറക്റ്റായിട്ട് കാണണല്ലേ, അമ്മരയിൽ കൊടുക്കും. അപ്പം അങ്ങനെ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു സന്തോഷ് ട്രോഫി 1981-ൽ ഇവിടെ നടക്കുമ്പോൾ അന്ന് കൃഷ്ണാനൂടെയൊക്കെ റെയിൽവേ ടീമിനാണ്. കൃഷ്ണാനൂടെ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് പ്ലെയർ, മറ്റേ ഡൽഹിയിൽ കൽക്കട്ടയിലുള്ള കൃഷ്ണാനൂടെ കേരളം മറഡോണ അല്ല ഇന്ത്യൻ മറഡോണ എന്നാ പറയാം. കേരളം മറഡോണ ആസിഫാണല്ലോ, ഇന്ത്യൻ മറഡോണ എന്ന് പറയാം. അപ്പോൾ ആള് റെയിൽവേയിൽ കളിക്കുമ്പോൾ ആളൊക്കെ കളി കണ്ട് ബോളൊക്കെ എടുത്തു കൊടുക്കാൻ നിന്നിട്ടുള്ള ആളിനെ ഞാൻ. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് കുറച്ച് ഭയങ്കര ക്രൗഡല്ലേ, തമ്പുരാൻ എപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് കളിക്കാൻ പറ്റും, ഇത്രയും ക്രൗഡിന് മുന്നേ ഈ ഗ്രൗണ്ടിലൊന്ന് കളിക്കാൻ. ആലോചിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് വലിയൊരു എന്താ പറയുക, ഒരു ദൈവം കെട്ടുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ഫെഡറേഷൻ കപ്പ് അത്രയധികം നമ്മൾ വിഞ്ചുവിന് അവിടെ പോലീസ് ഇത്രയും ജനത്തിൻ്റെ മുന്നിലാവും. തൃശ്ശൂർ, എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിൽ അത്രയധികം ജനം, എൻ്റെ ഇടയിൽ കളിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ വേറൊരു, അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ നിമിത്തങ്ങളും ഞാൻ ആലോചിച്ചതാണ് ഇങ്ങനെ കളിക്കാൻ പറയാം. ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ പറ്റുന്നു. പക്ഷെ നമ്മുടെ കുറേ പ്രയത്നം കൊണ്ടും ഹാർഡ് വർക്കിനോണ്ടും അത് അങ്ങനെ ആയിപ്പോയി. വലിയ സന്തോഷമാണത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.